രാഷ്ട്രീയം ഇന്നും PV അൻവറിന് ചുറ്റും. അൻവറിന് മുന്നിൽ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയെന്ന മാർഗം മാത്രം. അനുകൂല നിലപാട് അറിയിച്ചാൽ മുന്നണിയുടെ വാതിൽ തുറക്കും. PV അൻവറിനെ അനുകൂലിച്ച് മണ്ഡലത്തിൽ ഫ്ലക്സ് ബോർഡുകൾ. കൺഫ്യൂഷൻ തീരാതെ ഇടത് ക്യാമ്പ്. പ്രഥമ പരിഗണന സ്വരാജിനും ഷെറോണ റോയിക്കും. യു ഷറഫലിയും തോമസ് മാത്യുവും ആലോചനയിൽ. പാർട്ടി ചിഹ്നത്തിലെ സ്ഥാനാർത്ഥി വേണമെന്ന് അണികൾ. നേതൃത്വത്തിന്റെ മനസ്സിൽ സ്വതന്ത്ര പരീക്ഷണവും. PV അൻവറിന്റെ നീക്കങ്ങളും ഇടതു തീരുമാനത്തെ സ്വാധീനിക്കും. തരൂർ വിമർശനം നിർത്താതെ കോൺഗ്രസ്. അതിർത്തി കടന്ന് മിന്നലാക്രമണം നടത്തിയെന്ന പരാമർശത്തിൽ വിയോജിപ്പ് പരസ്യമാക്കി പവൻ ഖേരയും ഉദിത് രാജയും. തരൂരിനെ BJP സൂപ്പർ വക്താവാക്കണമെന്ന് പരിഹാസം. മുങ്ങിയ കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു. തിരുവനന്തപുരം പെരുമാതുറ തീരത്ത് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പരന്ന നിലയിൽ. വലിയ തുറയിൽ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും തിരിച്ചറിയാനാവാത്ത വസ്തുക്കളും. തീരദേശവാസികൾ ആശങ്കയിൽ. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മലയോര മേഖലയിൽ രാത്രികാല യാത്രയ്ക്ക് നിയന്ത്രണം തുടരും. ഇടുക്കിയിൽ പല ഭാഗത്തും കറണ്ട് ഇല്ലാതായിട്ട് 4 ദിവസം. തീരുവ യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. വിദേശ രാജ്യങ്ങൾക്ക് തീരുവ അടിച്ചേൽപ്പിച്ചത് വിലക്കി ഫെഡറൽ കോടതി. അധികാര പരിധി ലംഘിച്ചെന്ന കോടതി നിരീക്ഷണം. ട്രംപിനെ വിമർശിച്ചതിന് പിന്നാലെ ഭരണകൂടത്തിൽ നിന്ന് പിന്മാറി എലോൺ മസ്ക്.